ഈ വീഡിയോ ചിലപ്പോഴാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തേക്കാം. സ്ഥിരം തയ്ക്കുന്ന ഒരു കസ്റ്റമർ നമ്മുടെ ഷോപ്പിലേക്ക് തുണിയുമായിട്ട് വന്നായിരുന്നു. അവർക്ക് രണ്ട് സംശയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, എൻ്റെ അളവിനുള്ള ഭാഗത്തിനുള്ള തുണി ഇത് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയും, സംശയം നമ്പർ 2, ഈ തയ്ക്കുന്നതിന് മുമ്പ് ഈ തുണി വാഷ് ചെയ്തിട്ട് തയ്ക്കണോ എന്നറിയാൻ വേണ്ടിയാണ് വന്നത്. തുണിയൊക്കെ അളന്ന് നോക്കിയപ്പോൾ അവരുടെ ഭാഗത്തിനുള്ള തുണി അത് ഉണ്ടായിരുന്നു. 2 ഹാഫ് ഷർട്ടും ഒരു ഫുൾ ഷർട്ടായിരുന്നു അവർക്ക് വേണ്ടത്. അത് ഓക്കെയാണ്. സംശയം നമ്പർ 2, ആ തയ്ക്കുന്നതിന് മുമ്പ് ആ തുണി വാഷ് ചെയ്തിട്ട് തയ്ക്കണോ? അത് തീർച്ചയായിട്ടും വാഷ് ചെയ്തിട്ട് തയ്ക്കേണ്ട തുണിയാണ്. സ്റ്റാർച്ചുള്ള തുണിയാണ്. ആ സ്റ്റാർച്ചൊക്കെ കളഞ്ഞിട്ട് വേണം അത് തയ്ക്കേണ്ടതാണ്. അവർ ആ സംശയം തീർന്നത്. എന്നാൽ ഓക്കെയാണ്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് വാഷ് ചെയ്ത് അയൺ ചെയ്ത് കൊണ്ടുവരാം തയ്ക്കാനെന്ന് പറഞ്ഞിട്ട് അവർ പോയി. ഇതിലത് നമുക്കെന്ത് മനസ്സിലായി? നമ്മൾ തുണി പർച്ചേസ് ചെയ്യുമ്പോൾ, നമ്മൾ സമയമെടുത്ത് തുണി പർച്ചേസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഈ കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യേണ്ട കാര്യങ്ങളോ അല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് സമയം ഉണ്ടാവും. ധൃതി പിടിച്ച് തലേദിവസം പോയി നമ്മൾ തുണി എടുക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ സ്റ്റാർച്ചുള്ള തുണികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ തയ്ച്ചോളാൻ പറയുകയും ചെയ്യും, നമ്മൾ തയ്ക്കുകയും ചെയ്യും. ഒന്നിട്ടിട്ട് രണ്ടാമത് ഇടുമ്പോൾ അത് നമുക്ക് ഇടാൻ പറ്റാത്ത രീതിയിൽ സംഭവിക്കും. രണ്ടാമത്, നമുക്ക് വാഷ് ചെയ്യേണ്ട തുണികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ തയ്യക്കടയിലാണെങ്കിൽ നമ്മൾ അവരോട് തന്നെ ഇപ്പം ടൈലറെ കൊണ്ട് തന്നെ വാഷ് ചെയ്തിട്ട് തയ്ക്കണമെന്ന് പറയുമ്പോൾ അത് വാഷിംഗ് ചാർജ്, എക്സ്ട്രാ ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മൾ നേരത്തെ തുണി എടുക്കുവാണെങ്കിൽ ആ വാഷിംഗ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വാഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ വാഷിംഗ് ചാർജ് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ചുള്ള മൈൻഡ് വൈസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.